നടുവേദന കുറയ്ക്കാൻ സഹായിക്കുന്ന സ്ട്രെച്ചുകളുടെ ഒരു വീഡിയോ സീരീസ് ആണിത്. ഇത് ആ സീരീസിലെ 6ാമത്തെ എപ്പിസോഡ്. ഈ സ്ട്രെച്ചിന്റെ പേരാണ് ത്രെഡ് ദ നീഡിൽ. സൂചിയിൽ നൂല് കയറ്റുന്ന അതേ ആക്ഷൻ ആയിട്ടാണ് ഇത് ഉപമിച്ചിട്ടുള്ളത്. ഇത് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതാണ് ഈ സ്ട്രെച്ചിന്റെ പൊസിഷൻ. നമ്മളിങ്ങനെ മുട്ടുകുത്തിയിട്ട് രണ്ട് കൈയും ഇങ്ങനെ വെക്കുക. നമ്മളുടെ ഹിപ്പും പാരലൽ ആയിരിക്കണം, ഷോൾഡറും പാരലൽ ആയിരിക്കണം. എന്നിട്ട് ഇതിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സ്ട്രെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൈ നേരെ മുകളിലേക്ക് കൊണ്ടുപോവുക. ഇതാണ് സ്റ്റാർട്ടിങ്. ഇവിടുന്ന് തുടങ്ങി നമ്മൾ മെല്ലെ കൈ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് നമ്മളുടെ കൈയിൻ്റെ ബാക്കിലത്തെ ഭാഗം ഗ്രൗണ്ടിനോട് ജസ്റ്റ് പാരലായി പോവുക. എന്നിട്ട് ഈ ഷോൾഡർ മാക്സിമം താഴേക്ക് കൊണ്ടുവരിക. ഇത് ഒരേ ലെവലിൽ പാരലായിട്ട് നിൽക്കണം. ഈ സ്ട്രെച്ച് ഒരു 5 മുതൽ 10 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം തിരിച്ച് സ്റ്റാർട്ടിങ് പൊസിഷനിലേക്ക് വരിക. എന്നിട്ട് വീണ്ടും ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ അതേപോലെ ചെയ്യുക. നേരെ കൈകൾ മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മെല്ലെ താഴേക്ക് നമ്മളുടെ കൈയിൻ്റെ ഉള്ളിൽ കൂടെ വന്ന് നമ്മളിങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ തൊറാസിക് സ്പൈനിന് നല്ല പോലെ സ്ട്രെച്ച് കിട്ടുന്നു. ഒരു ദിവസം കമ്പ്യൂട്ടറിലൊക്കെ ഇരുന്ന് ജോലി ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്ട്രെച്ചൊക്കെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ അപ്പർ ബോഡിയിൽ വരുന്ന സ്റ്റിഫ്നെസ്സും വേദനകളൊക്കെ മാറാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഇത് 3 തൊട്ട് 5 പ്രാവശ്യം ഓരോ സൈഡിലും നമുക്ക് ചെയ്യാം, മാറി മാറി ചെയ്യാം. ഇതിന് മുൻപ് കാണിച്ചിട്ടുള്ള സ്ട്രെച്ചുകൾ കാണാൻ ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ. എന്നിട്ട് ആ സ്ട്രെച്ചും ഇന്ന് കാണിച്ച സ്ട്രെച്ചും കൂടി നമുക്ക് കമ്പൈൻ ചെയ്ത് ചെയ്യുമ്പോൾ ഡെയിലി നമ്മൾ സ്പൈനിന് നല്ലൊരു മൊബിലിറ്റി വർക്കൗട്ടായി. ഇത് രാവിലെ എണീറ്റ ഉടനെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ദിവസം എൻഡിങ് ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ട് നമുക്ക് ചെയ്താൽ നമ്മുടെ സ്പൈനിന് നല്ലപോലെ മൊബിലൈസ് ചെയ്യാൻ സഹായിക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് സ്പൈനിന് തന്നെ ചെയ്യാൻ പറ്റിയ വേറൊരു സ്ട്രെച്ച് കാണിച്ചു തരാം. ഇരുന്ന് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ മുതുവിനൊക്കെ വേദനയുള്ള നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സഹപ്രവർത്തകർക്കും ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്തോളൂ.